സംസ്ഥാനത്ത് മഴ അതിതീവ്രമാകുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. വിവരങ്ങളുമായി സനീറ്റ ചേരുന്നു. സനീറ്റ, അപ്പോൾ മഴയെ കരുതണം, മഴ കനക്കും. ശ്യാമിലി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ രാവിലെ ഉണ്ടായിരുന്ന ഈ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാറിമറിയുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. മാത്രമല്ല 3 ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലത്തെ അറിയിപ്പുകൾ പോലെ തന്നെ 3 ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട്. അതിന്റെ ഒരു വ്യക്തമായ ഒരു രേഖ തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ 8 ജില്ലകൾക്കാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും വയനാട്, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതുപോലെ തന്നെ 3 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ പ്രധാനമായും ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ തന്നെയാണ് അത് പിന്തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലുള്ള മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നും വരും ദിവസങ്ങളിൽ 2 ദിവസവും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷാബിലി. ശരി.